ഹായ് ഫ്രണ്ട്സ്, മലയാളം കറണ്ട് അഫയേഴ്സ് ടുഡേയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 21, 2026 മലയാളം കറണ്ട് അഫയേഴ്സ്. അമേരിക്ക ഇറാൻ കപ്പൽ തർക്കം. ആദ്യമായി അന്തർദേശീയ വാർത്തകളിലേക്ക്. ഇറാനിയൻ വാണിജ്യ കപ്പലിനെ US നാവികസേന പിടിച്ചെടുത്തത് പശ്ചിമേഷ്യയിൽ വലിയ പിരിമുറുക്കമുണ്ടായിരിക്കുകയാണ്. കപ്പലിൽ ചൈനയിൽ നിന്നുള്ള മിസൈൽ നിർമ്മാണ സാമഗ്രികൾ ഉണ്ടായിരുന്നു എന്നതാണ് അമേരിക്കയുടെ വാദം. ബുധനാഴ്ച വെടിനിർത്തൽ കരാർ അവസാനിക്കാനിരിക്കെ ഈ സംഭവം സമാധാന ചർച്ചകളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സിക്കാഡ പുതിയ കോവിഡ് വകഭേദം. ആരോഗ്യരംഗത്തെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് കോവിഡിൻ്റെ പുതിയ മ്യൂട്ടേഷൻ പടരുകയാണ്. ഇതിന് സിക്കാഡ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അമേരിക്കയിലും യൂറോപ്പിലും ഇതിനോടകം തന്നെ കേസുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. വൈറസിൻ്റെ ജനിതക മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഈ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. സിക്കാഡ പുതിയ കോവിഡ് വകഭേദം. മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. കലാലോകത്തെ വലിയൊരു വാർത്തയാണത്. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നടൻ മോഹൻലാലിന് ലഭിച്ചു. മലയാള സിനിമയിൽ നിന്ന് മുൻപ് G. അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് ശേഷം ഈ പുരസ്കാരം നേടിയെടുത്ത പ്രമുഖ വ്യക്തിയാണ് ഇദ്ദേഹം. അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റ്. സാഹിത്യ വിഭാഗത്തിൽ 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിൻ്റെ ആദ്യ പട്ടിക പുറത്തുവിട്ടു. ഇന്ത്യൻ വംശജയായ പത്മ വിശ്വനാഥൻ ഈ പട്ടികയിൽ ഇടം പിടിച്ചത് വലിയ നേട്ടമാണ്. വിവർത്തനം ചെയ്യപ്പെട്ട മികച്ച കൃതികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. റെക്കോർഡ് വിലയ്ക്ക് രാജാ രവിവർമ്മ ചിത്രം. ഇന്ത്യൻ ലേലചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ഒരു ചിത്രം വിറ്റുപോയിരിക്കുന്നു. രാജാ രവിവർമ്മ വരച്ച യശോദയും കൃഷ്ണനും എന്ന ചിത്രമാണ് 167.2 കോടി രൂപയ്ക്ക് ലേലത്തിൽ പോയത്. അമൃത ഷെർഗിലിൻ്റെ സ്റ്റോറി ടെല്ലർ എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡാണ് ഇതോടെ തകർന്നത്. സാമ്രാട്ട് സമൃദ്ധി മ്യൂസിയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സമ്രാട്ട് സമൃദ്ധി മ്യൂസിയം ഉദ്ഘാടനം ചെയ്തു. അശോക ചക്രവർത്തിയുടെ പേരക്കുട്ടിയും ജൈനമത പ്രചാരകനുമായിരുന്ന സമൃദ്ധി മഹാരാജാവിൻ്റെ ചരിത്രമാണ് ഈ മ്യൂസിയം പ്രധാനമായും അവതരിപ്പിക്കുന്നത്. GPS സ്പൂഫിംഗ്. ഇന്ന് ലോകം നേരിടുന്ന ഒരു പ്രധാന സൈബർ ഭീഷണിയാണ് GPS സ്പൂഫിംഗ്. തെറ്റായ ലൊക്കേഷൻ സിഗ്നലുകൾ നൽകി വിമാനങ്ങളെയും കപ്പലുകളെയും വഴിതെറ്റിക്കുന്ന രീതിയാണിത്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ വിമാനങ്ങൾ ഈ പ്രശ്നം വ്യാപകമായി നേരിടുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് നിയന്ത്രണങ്ങൾ. വരാനിരിക്കുന്ന വോട്ടെണ്ണൽ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കാൻ വോട്ടെണ്ണൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുറികൾ സീൽ ചെയ്യുന്നതിലും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതിലും പുതിയ പ്രോട്ടോക്കോളുകൾ നിലവിൽ വന്നു. ഡെയിലി മലയാളത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.